ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മുന്തിരിത്തോട്ടത്തിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കാണുന്നതിന് വേണ്ടിയാണ്. അതിനെ എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്നും കുമളി ബസ്സിൽ കയറി ഞാനും എൻ്റെ സുഹൃത്ത് രജീഷ് മേനോനും കൂടി പുറപ്പെട്ടു. പോണ വഴിക്ക് തൊടുപുഴ സ്റ്റാൻഡിലും ചെറുതോണി ജംഗ്ഷനിലും ഒരു അരമണിക്കൂർ വീതം വെള്ളം കുടിക്കുവാനും ചായ കുടിക്കാനും ബാത്റൂമിൽ പോകാനുമൊക്കെ നമുക്ക് സമയം കിട്ടി. ആയപ്പോഴേക്കും ഞങ്ങൾ കുമളി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നും കമ്പത്തേക്ക് പോകുന്ന KSRTC ബസ്സിൽ കയറി മുന്തിരിത്തോപ്പിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഒരാൾക്ക് 15 രൂപ. ഇരുവശങ്ങളിലും നല്ല മനോഹരമായ കാഴ്ചകളാണ്. തെങ്ങിൻ തോപ്പുകളും വാഴകൃഷികളും മലകളും കുന്നും മനോഹരമായിട്ടുള്ള പുൽമേടുകളും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ. അങ്ങനെ മുന്തിരിത്തോട്ടമുള്ള ആ സ്ഥലത്തെത്തി ഞങ്ങൾ. അപ്പാച്ചിപ്പന്നെ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ നിന്നും മുന്തിരിത്തോട്ടത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇരുവശങ്ങളിലുമായി മുന്തിരിത്തോട്ടങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുന്തിരിത്തോട്ടത്തിന്റെ ആ വിശേഷങ്ങളിലോട്ട് നമുക്കൊന്ന് കടന്നു പോകാം. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. അതിന്റെ മുമ്പിൽ ആർച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരിത്തോട്ടം എന്നും മലയാളത്തിലും തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു, ഞാനൊരു കവിത ചൊല്ലാമെന്ന്. എന്നാൽ നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ആസാദ്. ഏത് കവിത ചൊല്ലാൻ പോണേ? இந்த ஊர் உண்டுல்ல, இந்த ஊருடைய அழகு சுந்தரத்தை പറയാം. ஓகே. சோலை கிழக்கிலும் சுயபலா மேற்கிலும் வாழை வடக்கிலும் வான்மிகு தெற்கிலும் கரும்பும் இளநீரும் கண் திறந்து பாயும் கம்பமா நகரத்திலே ഇടയിലെ കൂടലൂർ അരികിലെ മുന്തിരിക്കാടുണ്ട്. ആ മുന്തിരിക്കാട്ടിലെ കുയിലുണ്ട്, പറവയുണ്ട്, കിളിയുണ്ട്, കുരുവിയുണ്ട്. ഇവിടെ നോക്കാൻ പറ്റിൽ ആറുതലായിട്ടുമുണ്ട്. മുന്തിരിത്തോട്ടത്തിലോട്ട് അങ്ങനെ പ്രവേശിച്ചു. പല പല സെക്ടറിലായിട്ടാണ് ഇവരുടെ കൃഷി നടക്കുന്നത്. ഒരു സെക്ടറിലാണെങ്കിൽ ഈ ചെടിയുടെ ഇലയൊന്നുമില്ല, ഉണങ്ങിയ ഒരവസ്ഥ. രണ്ടാമത്തെ സെക്ടറിലെ ഉണ്ടായി വരുന്ന മുന്തിരിയുടെ ആ മനോഹരമായിട്ടുള്ള കാഴ്ച. പച്ച മുന്തിരിയാണ്. അടുത്ത സെക്ടറിലെ ഭാഗമായി കിടക്കുന്ന മുന്തിരി മനോഹരമായിട്ടുള്ള കാഴ്ച.
അവിടെ നിരവധിയായിട്ടുള്ള സഞ്ചാരികൾ വന്ന് ഫോട്ടോ എടുക്കുകയും തൊടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ജീവനക്കാർ പറയുന്നുണ്ട് മുന്തിരി പറിക്കരുത്, പിഴയുണ്ടെന്ന്. പച്ചിപ്പന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു ദൃശ്യമാണ് ഈ മുന്തിരിയൊക്കെ ഉണ്ടായി കിടക്കുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച. അത് ഒന്ന് നിങ്ങളെ ഞങ്ങൾ കാണിക്കുകയാണ്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ മുന്തിരിത്തോട്ടത്തിൽ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് എങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാകാറുണ്ടോ? പിന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള വിശദവിവരം എന്ന് പറയും. ചേട്ടാ ഇവിടെ வந்து எல்லா மந்த்தும் உண்டு. ஏன்னா ஒரு பிளேஸ்ல ஒவ்வொரு மந்த் போட்டிருப்போம். இப்போ இந்த பிளேஸ்னா அது நெக்ஸ்ட் பிளேஸ் இப்படியே மாறிக்கொண்டே இருக்கும். நீங்கள் வீட்டில் வைக்கிறதா இருந்தால் ஒரு சின்ன தை வச்சா 1.5 வருஷம் சென்று தான் இதே மாதிரி வரும். வந்துருச்சுன்னா 38 வருஷத்துக்கு நம்மளுக்கு விளைவு கொடுக்கும். எவ்ரி 4 மந்த்ஸுக்கு ஒன்ஸ் விளைவு நம்மளுக்கு. இதுக்கு உரம் வேப்ப புண்ணாக்கு, கடலை புண்ணாக்கு, சாணகப்பொடி. வேப்ப புண்ணாக்கும் கடலை புண்ணாக்கும் ஒழிச்சு கொடுக்கணும். சாணகப்பொடி நல்லா ரெயின் சீசனில் கொடுக்கணும். இது 4 மாதத்துக்கு ஒன்ஸ் விளைவை எடுத்துட்டு சிறிதாயிட்டு புதியதாகிட்டு வந்த இதுகளை ப்ரௌன் பண்ணி விட்டுறணும். ப்ரௌன் பண்ணால் மீண்டும் 4 மந்த்ஸ் ஆகும் மீண்டும் வர. இதில் வேப்பம் புண்ணாக்கும் எண்ணெயும் சுண்ணாம்பு மாத்திரம்தான் ஸ்ப்ரே பண்ணுறோம், வேறு எதுவும் ஸ்ப்ரே பண்ணலை. இது கிலோவுக்கு 80 ரூபான்னு நாங்கள் இங்கே சேல் பண்ணுறோம். இங்கே மட்டும்தான் சேல், நாங்கள் வெளியே சேல் கொடுக்குறீங்களா. ഇവിടെ നമുക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ എന്തൊക്കെയാണ്? ഫേസ് വാഷ്, ഫേസ് ക്രീം, ലിപ് ബാം, വൈന്. മെയിനാக ஒயின் செய்கிறோம். ஒயினில் ஆல்கோஹால் கண்டென்ட் இல்லை, சுகர் ஆட் இல்லை. ரெண்டுமே ஆட் பண்ணாமல் லேடிஸு கிட்ஸு சாப்பிட்ற மாதிரி ப்ரிப்பேர் பண்ணியிருக்கு. ஃபேஸ் வாஷ் நல்ல பிம்பிள்ஸு, ஆயிலி, ட்ரை எல்லாத்தையும் மாற்றும். ஒயின் ஜெல்லும் அதே மாதிரி தான். லிப் பாம் உதட்டில் இருக்க ட்ரை, வெடிப்பு, தோல் உரிவு இது எல்லாம் இல்லாமல் இருக்கும். ட்ரை கிரேப்ஸ் அப்படியே ஃப்ரெஷ்ஷாகிட்டு கட் பண்ணி வாஷ் பண்ணி வெயிலில் மாத்திரம் உணக்கி நாங்கள் சேர்ந்து ஃப்ரெஷ்ஷாகிட்டு கிரேப் ஜூஸ் போட்டு கொடுப்போம். அது ஹெல்த்துக்கு நல்லா ബ്രൗൺ പണ്ണത് തെറിച്ച് 4 മാസത്തിൽ അത് മതി വരും. ഇവരുണ്ടാക്കി വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് വൈൻ, ജാം, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെയുണ്ട്. അത് നമുക്ക് വാങ്ങാം. പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അവിടെ സ്റ്റാളുകളുണ്ട് മുന്തിരി വാങ്ങുന്നതിന് വേണ്ടി. അവിടെ കിലോയ്ക്ക് 80 രൂപ വെച്ച് നമുക്ക് മുന്തിരി വാങ്ങുവാൻ സാധിക്കും. ഈ മുന്തിരിത്തോപ്പ് കാണുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നാണ് കേട്ടോ കൂടുതൽ ആൾക്കാർ എത്തിയിരിക്കുന്നത്. അവിടെ വന്നതിൽ പകുതി മുക്കാലും കേരളീയർ തന്നെ ആയിരുന്നു. ഇത് ഞങ്ങൾ ആദ്യം കണ്ടപ്പോഴേക്കും ഉണങ്ങിപ്പോയ മുന്തിരിച്ചെടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അവരോട് ചോദിച്ചപ്പോഴേക്കുമാണ് അവർ പറഞ്ഞത് ഇത് അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് വളമിട്ട് അത് പാകമാകുവാൻ വേണ്ടി ഇട്ടിരിക്കുകയാണെന്ന്. ഇതൊരു 4 മാസം കഴിയുമ്പോഴേക്കും ഇത് കിളിർത്ത് മുന്തിരിക്കുലകൾ വരാൻ തുടങ്ങും.
ഈ കാണുന്നത് മുന്തിരി വെച്ചുണ്ടാക്കിയ പല പ്രൊഡക്റ്റുകളും മുന്തിരികളൊക്കെ വാങ്ങുവാൻ പറ്റുന്ന ഔട്ട്ലെറ്റ് ആണ്. മുന്തിരിത്തോട്ടം കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുമളിയിൽ വന്നിറങ്ങി കമ്പത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി 20 രൂപ കൊടുത്താൽ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടെ വന്നിറങ്ങാം. ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പാച്ചിപ്പന്നെ എന്നാണ്. അടുത്ത കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.